നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ ശ്രീജയോട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീജയടുത്തി, ഈ വിക്രവും രാധയും തമ്മിലുള്ള കൂട്ടുകെട്ട് എങ്ങനെയായിരുന്നു? അതറിയാൻ ഭയങ്കര താല്പര്യമുണ്ടല്ലേ? അത് കേട്ടപ്പോൾ വേദയൊന്ന് ചിരിച്ചു. പിന്നീട് ശ്രീജ പറഞ്ഞു, അതെ അവർ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു. കുഞ്ഞുനാളിൽ മുതൽ രാധ വീട്ടിൽ വരുമായിരുന്നു. രാധയുടെ അമ്മ വീട്ടിലെ പണിക്കൊക്കെ വരുന്നായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് രാധയെ വീട്ടിലായിരുന്നു ഇരുത്തുന്നത്. എല്ലാവർക്കും രാധയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട്ടിൽ പെൺകുട്ടികളില്ലല്ലോ, അതുകൊണ്ട് രാധ ഒരു മകളെ പോലെയാണ് വീട്ടിലുള്ള എല്ലാവരും കണ്ടിരുന്നത്. അതിനുശേഷം വിക്രവും രാധയും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചൊക്കെ പറയണേ. ഒരു ദിവസം കോളേജ് വിട്ട് വിക്രം നടന്നു വരുവാണ്. വരുന്ന വഴി രാധ വിളിച്ചു, വിക്രമേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. വിക്രം തിരിഞ്ഞു നിന്നു. എന്താടി, എന്താ കാര്യം? അല്ല വിക്രമേട്ടൻ തന്നെയുള്ളോ? ഇന്ന് അച്ഛനില്ലേ? ഇല്ലാന്ന് പറഞ്ഞു. അല്ല നീ എന്താ ഇപ്പം? നിനക്ക് ക്ലാസ് കഴിയാറായില്ലോ, പിന്നെന്താ നീ നേരത്തെ ഇറങ്ങിയോ? അതെ ഞാൻ ക്ലാസ് കട്ട് ചെയ്താ. ക്ലാസ് കട്ട് ചെയ്തോ? എന്തിന്? ഓ ഭയങ്കര ബോറാന്നേ ഈ ക്ലാസ്സിലിരിപ്പ്. ഞാനേ ആ അരവിന്ദന്റെ കടയിൽ പോയി നല്ല ചൂട് പഴംപൊരിയും ബീഫ് കറിയും കഴിച്ചിട്ട് വരുന്നേ. അതിൻ്റെ രുചി വന്ന അപാരം തന്നെയാ. വിക്രമേട്ടൻ കഴിച്ചിട്ടുണ്ടോ അത്? ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല, ഒന്ന് പോയി കഴിക്കണം കേട്ടോ. അല്ല നിനക്ക് എവിടുന്ന രാധ ഇതിനൊക്കെ പണം? അത് ഞാനേ അച്ഛൻ്റെ കീശയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന. അടിച്ചു മാറ്റുന്നോ? അച്ഛൻ രാത്രിയിലെ നല്ല അടിച്ച് ഫിറ്റായിട്ടാ വരുന്നേ. ഫിറ്റായിട്ട് വന്ന് കിടന്നുറങ്ങും, ഒന്നും അറിയത്തില്ല. ആ സമയത്ത് പതുക്കെ ഞാൻ ക്യാഷ് മോഷ്ടിക്കും. നീ ആള് കൊള്ളാലോടി. അല്ല നീ അടിച്ചു മാറ്റുന്ന കാര്യം അച്ഛൻ അറിയത്തില്ലേ? എവിടെന്ന്? അച്ഛനതൊന്നും അറിയത്തില്ല. അല്ല നീ ക്ലാസ് കട്ട് ചെയ്യുന്ന കാര്യം അമ്മയ്ക്കറിയാവോ? നീ നേരത്തെ ചെല്ലുമ്പോൾ അമ്മ ചോദിക്കില്ലേ എന്താ അത്ര നേരത്തെ വന്നേന്ന്? ഓ അതൊന്നും ഇല്ലാന്നേ, അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ 6 മണിയാവും. പിന്നെ എങ്ങനെയാ അമ്മ അറിയുന്നേ ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന്? എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയാ വിക്രമേട്ട. ഈ പഠിത്തം പറഞ്ഞ മഹാബോറം പരിപാടിയാ. അത് നിനക്ക് മാത്രം തോന്നുന്നല്ലേ? അല്ല വിക്രമേട്ട, എനിക്ക് ബുദ്ധിമുട്ടാ. ഇനി +2 പാസ്സാവണം, പിന്നെ ഡിഗ്രിക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഓഹോ അപ്പം നിനക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലേ പഠിക്കാതെ? അതെ കല്യാണം കഴിക്കാൻ ആഗ്രഹം. പിന്നെ എനിക്ക് ഒരാളെ മാത്രമേ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളൂ. അതാരെയാ? അതൊക്കെ ഉണ്ട് വിക്രമേട്ടന് അറിയാം. എനിക്കോ? ഞാനെങ്ങനെ അറിയുന്നത് അതാരെയാന്ന്? അന്നെങ്കിൽ ഞാനൊരു ക്ലൂ പറഞ്ഞുതരാം. വിജയത്തിലുണ്ട്, പരാജയത്തിലില്ല, പിന്നെ ആക്രാന്തത്തിലുണ്ട്, ആലിംഗനത്തിലില്ല. അതാരാ അങ്ങനെ ഒരാള്? അതെ വിക്രം. വിക്രം? ഞാനോ? എടി നിന്നെ ഞാൻ. അപ്പോഴേക്കും രാധ സൈക്കിളും ചവിട്ടിക്കൊണ്ട് പാഞ്ഞു പോയിട്ട് പറഞ്ഞു, ഐ ലവ് യു വിക്രമേട്ടാന്ന് പറഞ്ഞിട്ട് പോവാം, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് വിക്രം പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേദി വെച്ചു, അല്ല വിക്രമിന് എങ്ങനെയായിരുന്നു? വിക്രമിന് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. വിക്രമിൻ്റെ മനസ്സിൽ രാധ ഒരു പെങ്ങളെ പോലെയായിരുന്നു. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും അതെ വിക്രമിന് അങ്ങനെയൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. അങ്ങനെ ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ലയെന്നറിയാം. അല്ല പിന്നെ എങ്ങനെയാ എന്നാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? അച്ഛനും വിക്രവും തമ്മിലുള്ള വഴക്കുണ്ടാകാനായിട്ട് കാരണം എന്താ? അതാ എനിക്കറിയേണ്ടത്. അപ്പോഴേക്കും വീണ്ടും ശ്രീജ കഥകളൊക്കെ പറയാൻ തുടങ്ങി. വിക്രം രാത്രിയിലോ ഒത്തിരി സമയം ഉറക്കളിച്ചിരുന്ന് പഠിക്കുമായിരുന്നു. പഠിക്കുന്ന സമയത്ത് മാഷായിരുന്നു ചായയൊക്കെ വെച്ചോണ്ട് കൊടുക്കുന്നത്. പിന്നീട് മാഷ ചായ വെച്ചുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതെ രാത്രി ഒത്തിരി സമയം ഉറക്കളഞ്ഞിരുന്ന് പഠിക്കണ്ട, രാവിലെ നല്ല ക്ഷീണമായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്. ശരി അച്ഛാ. അങ്ങനെ വിക്രം വീണ്ടും പഠിക്കാൻ തുടങ്ങി. മാഷ് അത് കണ്ട് അങ്ങോട്ടേക്ക് തിരികെ പോയി. ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് അത്ഭുതമാണ് തോന്നിയത്. ഇത്രയ്ക്ക് നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു വിക്രം. അതെയോന്നോ? അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, വിക്രത്തിനെ കണ്ടുപിടിക്കണം. ലോകത്തിലുള്ള സർവ്വ കുട്ടികൾക്ക് മാതൃകയാണ് എൻ്റെ മോൻ വിക്രം, സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും. അങ്ങനെ അച്ഛൻ്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു വിക്രം. പക്ഷെ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ആ സംഭവം നടന്നത്. എന്ത് സംഭവം? ഒരു ദിവസം പതിവ് പോലെ തന്നെ വിക്രം കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുമായിരുന്നു. ഒരുങ്ങി വന്നിട്ട് ഞാൻ വിക്രത്തിനുള്ള ചോറ്, ഉച്ചയൂണിനുള്ള ചോറെടുത്ത് വെക്കുക. വിക്രം വന്നിട്ട് എന്നോട് പറഞ്ഞു, അതെ ശ്രീജയടുത്തി എനിക്കിന്ന് ചോറ് വേണ്ട. അതെന്താ വിക്രം ചോറ് വേണ്ടാത്തേ? എനിക്കൊന്ന് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ, അവനിന്ന് എനിക്ക് ബിരിയാണി വാങ്ങിത്തരും. ആഹാ അത് കൊള്ളാലോ, അപ്പോൾ ഇന്ന് ചോറ് വെക്കണ്ടല്ലേ? ഇത് കേട്ടോണ്ടാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മാഷുണ്ട് കമലയുണ്ട്. മാഷ് ചോദിച്ചു, ഏത് കൂട്ടുകാരനാടാ? അതെൻ്റെ ഒരു ഫ്രണ്ടാ. നിനക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടോ? 8-10 പേരുണ്ട്. അവരൊക്കെ എങ്ങനെയാ, നന്നായിട്ട് പഠിക്കുന്നവരാണോ അതോ ഉഴപ്പന്മാരാണോ? കമല പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാ, ഇവൻ്റെ കൂട്ടുകാരല്ലേ. വിക്രം പറഞ്ഞു, അതെ അച്ഛാ നന്നായിട്ട് പഠിക്കുന്നവരാ. എന്നാലും അത് ശരിയാവുന്ന കാര്യമാണെന്ന് തോന്നില്ല. നീ ഒന്ന് ആലോചിക്കേ, ഒരു ബിരിയാണിക്ക് എത്ര രൂപയാവും? 70 രൂപ മറ്റോ. ഇപ്പോഴത്തെ വില അനുസരിച്ച് 70 രൂപയാ. പക്ഷെ ഒരു കാര്യമുണ്ട്,
10 പേർക്ക് ബിരിയാണി വാങ്ങുമ്പോൾ 700 രൂപയാവൂലേ? ആകും. അങ്ങനെയാണെങ്കിൽ ദേ 10 കിലോ അരി മേടിക്കാനുള്ള പൈസ 700 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല അത് പിന്നെ എടാ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഇത്രയും പൈസ മുടക്കി അവൻ ബിരിയാണി വാങ്ങിച്ചു തരുമോ നിനക്ക്? ഒന്നെങ്കിൽ അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ കൊടുത്തെന്ന് തന്നെ വെച്ചോ, എന്നാലും അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അവൻ ബിരിയാണി വാങ്ങിച്ചെന്ന നിന്റെ ബർത്ത്ഡേക്ക് നീ തിരിച്ചും വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതിനുള്ള ആസ്തി നിന്റെ ഈ അച്ഛനുണ്ടോ? നിന്റെ അച്ഛന് കയ്യിൽ അതിന് മാത്രം പൈസയുണ്ടോ? ഇല്ല. നിന്റെ കയ്യിൽ പൈസയുണ്ടോ? എൻ്റെ കയ്യിൽ എവിടുന്ന് വെച്ചാൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ. അതാ പറഞ്ഞേ. അപ്പം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയി തലയിടാതിരിക്കുന്നല്ലേ നല്ലത്. നീ ഒരു കാര്യം ചെയ്യുക, നീ ആ പാർട്ടിക്ക് പങ്കെടുക്കണ്ട. അല്ല അത് പിന്നെ അച്ഛാ വേണ്ടാന്ന് പറഞ്ഞില്ലേ? നീ ഇവിടുന്ന് ചോറ് കൊണ്ടായാൽ മതി. പറഞ്ഞു കേട്ടല്ലോ. ശ്രീജ പോയി ചോറ് എടുത്തോണ്ട് വാ. ശ്രീജ പോയി ചോറ് എടുത്തോണ്ട് വന്നു. അങ്ങനെ മാഷ ചോറങ്ങോട്ട് വാങ്ങി ആ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ അതിനകത്തേക്ക് വെക്കാം. വേണ്ട അച്ഛാ, ഇങ്ങോട്ട് കൊണ്ടുപോടാ, ഞാൻ വെക്കാം. അച്ഛാ വേണ്ട, ഞാൻ വെച്ചോളാം, അതിങ്ങോട്ട് താ. നിനക്ക് ബാഗ് തന്നാൽ എന്താ കുഴപ്പം? അപ്പോഴേക്കും വിക്രം ബാഗ് പതുക്കെ പുറയിലേക്ക് മറച്ചു പിടിച്ചു. എന്താടാ ബാഗിനകത്ത് നീ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അതാടാ ബാഗ് തരാനൊരു മടി. വിക്രത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഉടയിലെ മാഷ ബാഗും കൂടെ വാങ്ങി. എന്താടാ നിനക്കൊരു പരുങ്ങൽ പോലെ? ഒന്നുമില്ല അച്ഛാ. മാഷ് പതുക്കെ അതൊക്കെ പരിശോധിച്ചു. വിക്രം ആകെപ്പാടെ പരിങ്ങി നിൽക്കുകയാണ്. കമലയ്ക്കോ ശ്രീജിക്കോ യാതൊരു ടെൻഷനില്ല. വിക്രത്തെ ഒരു സംശയമില്ലല്ലോ. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ബുക്കിനകത്തുനിന്ന് ഒരു സിഗരറ്റ് പാക്കറ്റ് എടുത്ത് ഒരു നിമിഷം ഞെട്ടിപ്പോയി എല്ലാവരും കൂടെ. മാഷ് പതുക്കെ ആ സിഗരറ്റ് പാക്കറ്റ് തുറന്നു. അതിനകത്തൊരു ചെറിയ പൊതി ഇരിക്കുന്നു. തുറന്നു പോയി കഴിഞ്ഞപ്പോൾ അത് മയക്കുമരുന്ന്, കഞ്ചാവാണിത്. മാഷത് മണത്തു നോക്കി. പിന്നെ ഒരു ഒറ്റ അടിയായിരുന്നു വിക്രത്തിൻ്റെ കവള് തീർത്ത്. ഓഹോ, അപ്പം ഇതായിരുന്നു നീ ഭാഗൻ്റെ തരാത്തല്ലേ? അച്ഛനെ അടിക്കരുത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാനിന്ന് രാവിലെ ബുക്ക് തുറക്കണ സമയത്താണ് ഈ ബുക്കിനകത്തുനിന്ന് ഈ സാധനം കണ്ടേ. അത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. സിഗരറ്റ് പാക്കറ്റ് ഇരിക്കുന്ന കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ ഈ ബാഗ് തരാത്തെ. എടാ കള്ളത്തരം പറയണോ? ഇത് ആരുടെയാടാ? നിന്റെ ആണോടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് അടിക്കണം. തല്ലല്ലേ മാഷെന്ന് പറഞ്ഞ് കമലയും ശ്രീജിയൊക്കെ നിന്നു. പക്ഷെ മാഷ് തല്ലി. നിന്നെ ഇതിനു വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ കോളേജിലേക്ക് പഠിപ്പിക്കാൻ വിടുന്നേ. അപ്പം ഇതായിരുന്നില്ല നിന്റെ മനസ്സിലെ ഉദ്ദേശം? നിന്നെ ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വിക്രത്തിൻ്റെ അടിക്കുകയാണ്. വിക്രം തല്ലുകൊണ്ട് അച്ഛാ അടിക്കില്ല, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേദ ശ്രീജയോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ശ്രീജ അടുത്തി. അപ്പോൾ ശ്രീജ ചോദിച്ചു, നിനക്ക് എന്താ തോന്നുന്നത് വേദേ? എനിക്ക് തോന്നുന്നില്ല വിക്രം ആ തെറ്റ് ചെയ്തെന്ന്. കാരണം വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വിക്രം അത്ര നല്ല കുട്ടിയായിരുന്നല്ലേ പറഞ്ഞേ. അങ്ങനെയുള്ള വിക്രം ഒരിക്കലും ആ തെറ്റ് ചെയ്യാൻ വഴിയില്ല. ആ സമയത്ത് ശ്രീജ പറഞ്ഞു, ശരിയാ, അത് വിക്രം അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ ന്യായം അറിയാലോ. അച്ഛൻ്റേതായ ന്യായങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടോ അവിടെയും കൊണ്ടും ആ പ്രശ്നം അവസാനിച്ചില്ല. വൈകുന്നേരം മാഷ് കഴിക്കാനായിട്ട് വന്നിരുന്നു. ഈ സമയത്ത് മാഷ് ചോദിച്ചു, അല്ലേ വിക്രം എന്തിയെന്ന് കമലയോട് ചോദിച്ചു. കമല പറഞ്ഞു, അവൻ വായനശാലയിലേക്ക് പോയിക്കോ, ഏതൊക്കെയോ പുസ്തകങ്ങൾ എടുക്കാണ്ടെന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു, രാവിലെ ഞാൻ അവനെ തല്ലിയത് കുറച്ച് കൂടിപ്പോയില്ലേ എൻ്റെ മാഷേ. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവനല്ല, പാവമല്ലേ നമ്മുടെ മോന്, അവൻ അങ്ങനെ തല്ലേണ്ടിയിരുന്നില്ല. മാഷ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, തല്ലാതെ പിന്നെ ഓർക്കുമ്പോൾ ഒരു സമാധാനമില്ല. അങ്ങനെയൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനക്കേട് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവനെ തല്ലിയത്. എന്ത് ചെയ്യാൻ പറ്റും, അവന് നല്ല വേദനയായി കാണൂല്ലേ? അതെ, വേദനയേക്കാൾ അവന് വിഷമ മാഷേ. മാഷ് അവനെ വിശ്വസിച്ചില്ലല്ലോ എന്നൊരു ടെൻഷനായിരുന്നു അവൻ്റെ മനസ്സിൽ. മാഷ് ഈ ആഹാരം കഴിക്കുക അതും പറഞ്ഞുകൊണ്ട് ചോറെടുത്ത് മുന്നിലേക്ക് കൊണ്ട് വെച്ചു. ശ്രീജ പറഞ്ഞു, വിക്രം പാവാ അച്ഛാ, അവനെ ഇങ്ങനെ സംശയിക്കരുത്, അവന് അതാ വിഷമം. അച്ഛനെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നേ. മാഷ് പെട്ടെന്ന് ആ മെസ്സേജ് എടുത്ത് നോക്കുകയാണ്. അപ്പോഴേക്കും ആ കാര്യം കാണുന്നേ, വിക്രം കോളേജ് അടിയുണ്ടാക്കുന്നേ. വിക്രം ബാഗൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് തല്ലുകൂടുക. അത് കണ്ടതും മാഷിന് സഹിച്ചില്ല. നീ അല്ലേ കമല ഇപ്പം പറഞ്ഞേ അവനങ്ങനെയും ചെയ്യത്തില്ല എന്ന്, കണ്ടില്ലേ, ഈ വീഡിയോയും കൂടെ കണ്ടു നോക്ക് എന്ന് പറഞ്ഞു. അത് കണ്ടതും കമലയ്ക്ക് ടെൻഷൻ കൂടി. എൻ്റെ ദൈവമേ, മാഷ് എന്ത് ചെയ്യും? ആ ചോറെല്ലാം കൂടെ അവിടെ ഇട്ടിട്ട് ഒറ്റ പോക്കായിരുന്നു എഴുന്നേറ്റ്. കമലയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കമല കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുക. വിക്രം വായനശാലയിൽ പോയിട്ട് തിരികെ വന്നു. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, എന്നാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നടാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം വിക്രം ചോദിച്ചു, എന്താമേ അപ്പം നീ കോളേജിൽ പോയി തല്ലുണ്ടാക്കിയില്ലേ? നിന്റെ അച്ഛൻ ആഹാരം പോലും കഴിക്കാതെ വന്ന് കിടക്കുക. ഇത്രയ്ക്ക് ചതി നീ ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു. ഇതിന് മാത്രം എന്ത് തെറ്റാടാ ഞങ്ങൾ നിന്നോട് ചെയ്തേ? അതൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി കമല. വിക്രത്തിന് സഹിക്കാൻ പറ്റിയില്ല. വിക്രം അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ശ്രീജയ്ക്കും വിഷമം തോന്നി. വിക്രത്തിന് എന്ത് ചെയ്യണം എന്നൊരു അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.